ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് ഇന്റലിജൻസിന്റെ ഒരുപാട് ടെസ്റ്റുകൾ ക്ലാസിഫിക്കേഷൻസ് നോക്കി. ഇനി നമുക്ക് ഓരോ ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. 6 ടെസ്റ്റുകളാണ് ഉണ്ടാവുക മൊത്തം. അതിൽ ഒന്നാമത്തെ സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ, രണ്ടാമത്തെ വെസ്ലർ ഇന്റലിജൻസ് സ്കെയിൽ, മൂന്നാമത്തത് കോഫ്മാന്റെ സ്കെയില്, 4 റീവൻസ് പ്രോഗ്രസീവ് മാട്രിസസ്, 5 പാട്ടിയ ലബോറട്ടറി, 6 സെഗ്വിന് ഫോം ബോർഡ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഇന്റലിജൻസിന്റെ ടെസ്റ്റുകൾ. ഇനി നമുക്ക് ഓരോ ടെസ്റ്റുകളും എന്താണെന്നുള്ളത് നോക്കാം. സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ. ആൽഫ്രഡ് ബിനെറ്റ് ആണ് ആദ്യമായിട്ട് ഇന്റലിജൻസിന്റെ ടെസ്റ്റ് കൊണ്ടുവരുന്നത്. അത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പഠിച്ചു വെച്ച് അറിയാം. ഇനി ഇദ്ദേഹം കൊണ്ടുവന്ന ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അത് പാരീസിലെ ആ ഒരു സ്കൂൾ കുട്ടികളെ മാത്രം ആസ്പദമാക്കിയിട്ട് കൊണ്ടുവന്ന ഒരു ടെസ്റ്റ് ആയിരുന്നു. അപ്പോ സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ് കൊണ്ടുവന്ന ലൂയിസ് ടെയർമാൻ എന്താ ചെയ്ത വെച്ചാൽ, ആ ടെസ്റ്റിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. പോരാത്തതിന് അത് നേഷൻ വൈഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്നു. അപ്പൊ എന്താണ്, അത് കുറേയും കൂടി ആളുകളിലേക്ക് എത്തിക്കാനും കുറെ കൂടി ആളുകൾക്ക് ഉപയോഗിക്കാനും പറ്റുന്ന രൂപത്തിലായി. അതൊരു ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആയിരുന്നു. ഇൻഡിവിജ്വൽ ടെസ്റ്റ് ആണ് IQ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്. പിന്നെ നമുക്കറിയാം, പിന്നെ ആദ്യം ഉപയോഗിച്ചത് സ്കൂൾ കുട്ടികളിലായിരുന്നു ഈ ടെസ്റ്റ്. അതേപോലെ തന്നെ ഇതിപ്പോ ലൂയിസ് ടെയർമാൻ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു. അതുകൊണ്ടാണ് സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ എന്നുള്ള രീതിയിൽ വരുന്നത്. അപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്ന സ്കെയിലും ഇതേപോലെ തന്നെ ചിൽഡ്രനും അതേപോലെ അഡോൾസൻസിനും പറ്റുന്ന രീതിയിലായിരുന്നു. പിന്നീട് ഇപ്പോ ഒരുപാട് കാലം ഉപയോഗിച്ചു വന്ന അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടെസ്റ്റാണ് സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിൽ എന്ന് പറയുമ്പോൾ. അങ്ങനെ ഇപ്പോൾ ഉള്ളത് നിലവിലുള്ള 5th എഡിഷൻ ആണ്. ഈ 5th എഡിഷൻ പ്രകാരം ഇത് 4 വയസ്സ് മുതൽ എൽഡർലി വരെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ എന്തൊക്കെയാണ് ഇതിൽ അളക്കുന്നത് വെച്ചാൽ, വെർബൽ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, അതേപോലെ വിഷ്വൽ അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് റീസണിങ്. ഇത്രയും കാര്യങ്ങളാണ്, ഈ 3 കാര്യങ്ങളാണ് എന്താ പറയുക സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിലിൽ അളക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന ടെസ്റ്റാണ് വെസ്ലറിന്റെ സ്കെയിൽ. വെസ്ലറിന്റെ ഇന്റലിജൻസ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ സ്റ്റാൻഫോർഡ് ബിനെറ്റ് സ്കെയിലിനെ കുറിച്ച് പറഞ്ഞു അതധികവും കുട്ടികളും അഡോൾസൻസ് ഓറിയന്റഡ് ആയിരുന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന് 3 ടെസ്റ്റ് കൊണ്ടുവന്നു. വെസ്ലറിന്റെ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയില്, വെസ്ലറിന്റെ സ്കെയിൽ ഓഫ് ഇന്റലിജൻസ് ഫോർ ചിൽഡ്രൻസിന് സ്കെയിൽ കൊണ്ടുവന്നു. അതേപോലെ തന്നെ വെസ്ലറിന്റെ പ്രീ സ്കൂൾ അല്ലെങ്കിൽ പ്രൈമറി ഇന്റലിജൻസിന്റെ സ്കെയിലും കൊണ്ടുവന്നു. ഇത്രയും സ്കെയിലാണ് വെസ്ലർ കൊണ്ടുവന്നത്. അഡൽട്ട് സ്കെയിൽ എന്ന് പറഞ്ഞാൽ 6 വെർബൽ ടെസ്റ്റുകൊണ്ട് 5 നോൺ വെർബൽ അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. 16 വയസ്സിന് മേലുള്ള കുട്ടികൾക്ക് നടത്തുന്ന ടെസ്റ്റ് ആയിരുന്നു. ചിൽഡ്രനുള്ള സ്കെയിൽ എന്ന് പറയുമ്പോൾ എത്രയായി? 7 മുതൽ 16 വരെയുണ്ട്. അതിലും താഴെയുള്ള കുട്ടികൾക്ക്, 7ലും താഴെയുള്ള കുട്ടികൾക്കായിരുന്നു പ്രൈമറി അല്ലെങ്കിൽ പ്രീ സ്കൂൾ കുട്ടികൾക്ക് കൊടുത്തിരുന്ന ടെസ്റ്റ് എന്ന് പറയാം. ഈ 3 ടെസ്റ്റാണ് ഇദ്ദേഹം കൊണ്ടുവന്നത്. ഇനി ഈ ടെസ്റ്റിൽ ഇതിനെ അളക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഈ സ്കെയിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ വെസ്ലറുടെ സ്കെയിൽ എന്തൊക്കെയാണ് അളക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വെർബൽ കോംപ്രിഹെൻഷൻ,
പെർസെപ്ഷൻ. ഈ വെഷ്ലറിന്റെ സ്കെയിൽ എന്തൊക്കെയാണ് അളക്കുന്ന വെച്ചാൽ വെഷ്ലറിന്റെ സ്കെയിൽ എന്തൊക്കെയാണ് അളക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വെർബൽ കോംപ്രിഹെൻഷൻ, perceptual reasoning, immediate memory, അതേപോലെ പ്രോസസ്സിംഗ് സ്പീഡ്. ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വെഷ്ലറിന്റെ ഈ ത്രൂ ഔട്ട് 3 ഇന്റലിജൻസ് സ്കെയിലുകളുമായിട്ട് അളക്കുന്നത്. അപ്പൊ ഇത്രയാണ് വെഷ്ലറിന്റെ ഇന്റലിജൻസ് സ്കെയിൽ പറയാനുള്ളത്. വെഷ്ലറുടെ ടെസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റ് ആണ്, വെഷ്ലറുടെ ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റ് ആണ് കോഫ്മാന്റെ ഇന്റലിജൻസ് ടെസ്റ്റുകൾ. വെഷ്ലറെ പറഞ്ഞ പോലെ തന്നെ കോഫ്മാന് 3 ടെസ്റ്റുകളായിട്ട് വരും. ആദ്യത്തെ ടെസ്റ്റാണ് കോഫ്മാന്റെ അസസ്മെന്റ് ബാറ്ററി ഫോർ ചിൽഡ്രൻ. അപ്പോൾ ഈ ടെസ്റ്റില് ഇദ്ദേഹം കുട്ടികൾക്കുള്ള അവരുടെ എഡ്യൂക്കേഷൻ പ്ലാനിങ്ങിനും അവരുടെ കഴിവുകൾ, അവരുടെ സ്ട്രെങ്ത്, വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് കാര്യമായി ഉപയോഗിക്കുക. കുട്ടികൾ പറയുമ്പോൾ എത്ര വയസ്സായിരിക്കും? 2.5 മുതൽ ഏകദേശം 12 വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് ഈ ടെസ്റ്റ് ഉപയോഗിക്കാറ്. കോഫ്മാന്റെ അടുത്ത ടെസ്റ്റാണ് കോഫ്മാന്റെ അഡൾട്ട് അല്ലെങ്കിൽ അഡോളസൻസിന്റെ ഇന്റലിജൻസ് ടെസ്റ്റ്. ഇത് 12 മുതൽ എൽഡർലി വരെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്ന ടെസ്റ്റാണത്, അഡൾട്ടിന്റെ ഇന്റലിജൻസ് ടെസ്റ്റ്. അതേപോലെ കോഫ്മാന്റെ ബ്രീഫ് ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്. ഇതെന്തിനാ വെച്ചാൽ ബ്രീഫ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്താ വെച്ചാൽ ഈ കുട്ടികളുടെ ഇതും ബ്രീഫ് ഇന്റലിജൻസ് ടെസ്റ്റും അധികം കുട്ടികളിലാണ് നടത്തുക. അവരുടെ ഇന്റലക്ച്വൽ ഫങ്ഷനിങ്, അവര് ഇന്റലക്ച്വലി എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു ബ്രീഫ്, ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ. ഇതിന് മേലെയാണ് അല്ലെങ്കിൽ ഇതിന് താഴെയാണുള്ള ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ, ഏകദേശം ബുദ്ധിയുള്ള കുട്ടിയാണ് അല്ലെങ്കിൽ അത്ര ഡള്ളായ കുട്ടിയാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ മാത്രം ഉപയോഗിക്കുന്നതാണ് കോഫ്മാന്റെ ബ്രീഫ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് പോലെ ചെറുതായിട്ട് നടത്തുന്ന ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇന്റലിജൻസിന്റെ ടെസ്റ്റ് ആണ് റേവൻസ് പ്രോഗ്രസീവ് മാട്രിസസ്. റേവൻസ് പ്രോഗ്രസീവ് മാട്രിസസ് നമുക്ക് 4 വയസ്സ് മുതൽ എൽഡർലി ആയിട്ടുള്ള ആളുകൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലാണ്. ഇത് ഒരു ഗ്രൂപ്പ് ടെസ്റ്റ് ആണ്, ഗ്രൂപ്പ് ടെസ്റ്റ് ആയിട്ട് കൂട്ടാം. ഇതിന് നമുക്ക് നോൺ വെർബൽ ടെസ്റ്റ് ആയിട്ട് കൂട്ടാം, കാരണം വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അഥവാ കൾച്ചർ ഫെയർ ടെസ്റ്റ് എന്ന് വിളിക്കാറുള്ളത്. കൾച്ചർ ഫെയർ ടെസ്റ്റ്, എന്തുകൊണ്ട് കൾച്ചർ ഫെയർ ടെസ്റ്റ് എന്ന് വിളിക്കാൻ കാരണം ഇത് എല്ലാ കൾച്ചറിലും ആപ്ലിക്കബിൾ ആണ്. ഏത് കൾച്ചറിലായാലും വാക്കുകളൊന്നും ഉപയോഗിക്കാത്ത ഈ റേവൻസ് പ്രോഗ്രസീവ് മാട്രിസസ് ഭാഷയോ അല്ലെങ്കിൽ സംസ്കാരമോ ഒന്നും ഇതിനൊരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ എന്താ റേവൻസ് പ്രോഗ്രസീവ് മാട്രിസസ് അളക്കുന്നത്? എന്താ ഇത് അളക്കുന്ന ഫ്ലൂയിഡ് ഇന്റലിജൻസ് അഥവാ ഫ്ലൂയിഡ് ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ ഒരു ജനറൽ ഫാക്ടർ ഒക്കെയാണ് ഇതിൽ അളക്കുന്നത്. ഇനി വെഷ്ലറിനെയും അതേപോലെ കോഫ്മാനൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹവും 3 തരം ടെസ്റ്റുകളായിട്ട് വന്നു. SPM ഇതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കോളേജുകളിലൊക്കെ ചെയ്തു വന്നിട്ടുള്ള ABCDE എന്നിങ്ങനെ 5 പാർട്ട് ഉണ്ടായിരിക്കും. ഓരോ പാർട്ടിലും 12 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ടെസ്റ്റ് നിങ്ങൾ ചിലപ്പോൾ പ്രാക്ടിക്കലൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് SPM എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി 6 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ടെസ്റ്റാണ്. ഇനി അതിൽ പ്രായം കൂടുതലുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ പ്രായം കൂടുതലുള്ള കുട്ടികൾക്കുള്ള ടെസ്റ്റ് ഏതായിരിക്കും, അല്ലെങ്കിൽ അതിലും നന്നായി ഇന്റലക്ച്വലി പെർഫോം ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്കുള്ള ടെസ്റ്റ് അദ്ദേഹം ഉണ്ടാക്കി. അഡ്വാൻസ്ഡ് പ്രോഗ്രസീവ് മാട്രിസസ്. അതിന് 60 ഉണ്ടാവില്ല, 48 ചോദ്യം ഉണ്ടാവുള്ളൂ. ഇനി
ചെറിയ കുട്ടികൾക്കാണെങ്കിലും ചെറിയ കുട്ടികൾക്ക്, അതേപോലെ നല്ല പ്രായമുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക്, ഇത്തരം ആളുകൾക്കുള്ള ടെസ്റ്റാണ് കളേർഡ് പ്രോഗ്രസീവ് മാട്രിസസ്. അതിൽ അത്രയും ക്വസ്റ്റ്യൻസ് ഇല്ല, 36 ടെസ്റ്റുകളേ ഉള്ളൂ. ഇങ്ങനെ 3 ടെസ്റ്റുകളുണ്ട് റേവൻസ് പ്രോഗ്രസീവ് മാട്രിസസ്. ഇത്രയാണ് റേവൻസ് പ്രോഗ്രസീവ് മാട്രിസസ് എന്ന് പറഞ്ഞിട്ട് പറയുക. അടുത്ത ഒരു ടെസ്റ്റാണ് ബാട്ടിയുടെ ഇന്റലിജൻസിന്റെ ബാറ്ററി എന്ന് പറയാം. ഇതും പല കോളേജുകളിലും ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും, പക്ഷെ ചെയ്യാത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം ബാട്ടിയുടെ ടെസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്. ബാട്ടിയസ് ബാറ്ററി എന്നാണ് കേട്ടോ, ബാറ്ററി ഓഫ് ഇന്റലിജൻസ്. ഇതൊരു പെർഫോമൻസ് ബേസ്ഡ് ടെസ്റ്റ് ആണ്. പെർഫോമൻസ് ബേസ്ഡ് ടെസ്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് എന്താ, വെർബൽ ആയിട്ട് നമ്മൾ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല. പെർഫോമൻസ് ആയിട്ട് നമ്മൾ ടാസ്കിലുള്ള സാധനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് അതിലെ റിസൾട്ടിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ അതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഒറിജിനുള്ള ഒരു ടെസ്റ്റാണ്. ഇതൊക്കെയാണ് ബാറ്റിയുടെ ബാറ്ററിയുടെ പ്രത്യേകത. ഇനി എന്താണ് ടെസ്റ്റ് നടക്കുന്നത് നോക്കാം. ഇത് ആക്ച്വലി 5 പാർട്ട് ഉണ്ട് ഈ ടെസ്റ്റിന്. ആദ്യത്തെ പാർട്ട് കോസ് ബ്ലോക്ക് ടെസ്റ്റ്. എന്താ കോസ് ബ്ലോക്ക് ടെസ്റ്റ്? ഒരുപാട് ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ ടെസ്റ്റിനൊക്കെ ഒരു 4 ബ്ലോക്ക് മതിയാവും. പിന്നെ നമുക്ക് 9 വേണ്ടി വരും. പിന്നെ നമുക്ക് 16 വേണ്ടി വരും. 16 മാക്സിമം. ഈ ബ്ലോക്കുകളുടെ പ്രത്യേകത എന്താ? ഈ ബ്ലോക്കുകൾ കളേർഡ് ആയിരിക്കും. എല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും കളേർഡ് ആയിട്ടുണ്ടാവുക. ഒരു പ്രത്യേക പാറ്റേൺ. ഇനി നമുക്ക് ഓരോ ഇതിന്റെ പ്രോഗ്രസ് ആവുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ പാറ്റേൺ കാണിച്ചു തരും. ഈ പാറ്റേൺ അനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള ബ്ലോക്കുകളെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആ ടാസ്ക്. അപ്പൊ അതാണ് കോസ് ബ്ലോക്ക് ടെസ്റ്റ്. രണ്ടാമത്തതോ അലക്സാണ്ടേഴ്സ് പാസലോൺ ടെസ്റ്റ്. ഇതിലെന്താ വെച്ചാല് ഒരു പസിൽ ബോക്സ് ഉണ്ടാവും. എന്നിട്ട് ആ ബോക്സിൽ പോലെ കട്ടകൾ ഉണ്ടാവും. ഈ കട്ടകൾ ചുവപ്പും നീലയും ആയിരിക്കും അധികം. ഈ കട്ടകളെ നമ്മൾ എന്താ പറയാ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അതിൽ പറഞ്ഞ പോലെ നീല കട്ടകളൊക്കെ ഒരു സൈഡിൽ, ചുവപ്പ് കട്ടകളൊക്കെ ഒരു സൈഡിലും, അങ്ങനെ കളർ ബേസ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക്, ഒരു കട്ടനെ ഒരു സൈഡിൽ മറ്റേ സൈഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ടെസ്റ്റ് ആണ് പാറ്റേൺ ഡ്രോയിങ്. ഇത് നമ്മൾ പലപ്പോഴും ക്ലാസ്സുകളൊക്കെ കുട്ടിക്കാലത്തെ ചെയ്യുന്നതായിരിക്കും. ഇങ്ങനൊരു സാധനം കൈ എടുക്കാതെയോ അല്ലെങ്കിൽ വരയ്ക്കുന്നതിന് മുകളിൽ കൂടെ വരയ്ക്കാതെയോ ഒക്കെ വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഇങ്ങനെ ഒരു സാധനം ഇത് വരയ്ക്കാൻ പറ്റുമോ, അങ്ങനത്തെ കുറെ പാറ്റേൺ ഉണ്ടായിരുന്നില്ലേ. ഇത്തരം പാറ്റേൺ ആയിരിക്കും പാറ്റേൺ ഡ്രോയിങ് ടെസ്റ്റുകൾ ഉണ്ടാവും. നാലാമത്തെ പറഞ്ഞാൽ ഇമീഡിയറ്റ് മെമ്മറി എങ്ങനെ ടെസ്റ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് നമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ 8, 2, 3 അല്ല 8, 2, 4. ഇപ്പൊ ഈ 8, 2, 4 എന്ന് പറയുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോ 5, 2, 8. ഇത് നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് നടത്തുന്ന ആള് പറഞ്ഞു തരുമ്പോൾ പാർട്ടിസിപ്പന്റ് ആയിട്ട് നമുക്ക് അതുപോലെ പറയാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ 8, 2, 5 അങ്ങനെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് മെമ്മറി ഉണ്ടെന്നാണ്. അപ്പോൾ അത് എത്ര വരെ പോകാൻ പറ്റും? ഇപ്പൊ അത് 3 സംഖ്യ, അങ്ങനെ 4 സംഖ്യ, 5 സംഖ്യ, 6 സംഖ്യ, ഏത് വരെ പോകാൻ പറ്റും എന്നുള്ളതാണ് ഇമ്മീഡിയറ്റ് മെമ്മറി. നമുക്ക് നോക്കാം. അഞ്ചാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്ചർ കൺസ്ട്രക്ഷൻ. ഒരു പിക്ചറിന്റെ കുറെ പാർട്സ് ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് ഒരു ഹോൾ പിക്ചർ ആക്കാൻ പറ്റുന്നുണ്ടോന്നാണ് പിക്ചർ കൺസ്ട്രക്ഷൻ നോക്കാം. അപ്പൊ ഇത്രയാണ് ബാട്ടിയുടെ ബാറ്ററിയിലുണ്ടാകുക. അപ്പോ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഇന്റലിജൻസിന്റെ അസസ്മെന്റ് ആണ് സെയ്ക്കിന്റെ ഫോം ബോർഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ ടെസ്റ്റാണ്. ഇതൊരു പഴയ ടെസ്റ്റുമാണ്. ഇതൊന്ന് സംഭവിച്ചാൽ ഇങ്ങനത്തെ കുറെ ഹോൾസ് ഉണ്ടായിരിക്കും. ഓരോ ഷേപ്പിൽ ഓരോ ഹോൾസ് ഉണ്ടായിരിക്കും. ആ ഷേപ്പുകൾ ഉണ്ടാവും. ആ ഷേപ്പിന്റെ ഒരു ഫിസിക്കൽ ബ്ലോക്ക് പോലത്തെ സാധനം. അപ്പോൾ ഈ ഹോൾസിനനുസരിച്ച് നമുക്ക് ആ സാധനങ്ങൾ ഇടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പൊ അതിന്റെ ഒരു സിമ്പിൾ അല്ലേ, ഒരു ഷേപ്പിലുള്ള ഒരു കട്ട ഉണ്ടാവും. ആ ഷേപ്പിലുള്ള കട്ട അതേ ഷേപ്പിലുള്ള ഹോളിലേക്ക് ഇടാം. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആരിലായിരിക്കും നടത്തുന്നുണ്ടാവുക? ആ പ്രായത്തിലുള്ള ഒരു ഏകദേശം 3 വയസ്സുള്ള ചിൽഡ്രൻസിലായിരിക്കും നടക്കുന്നുണ്ടാവുക. 3 വയസ്സുള്ള ചിൽഡ്രനിലായിരിക്കും ഇത്തരം ടെസ്റ്റുകൾ നടത്താറ്. ഇത് ഇവരുടെ ഒരു ഐ ഹാൻഡ് കോർഡിനേഷൻ, മോട്ടോർ സ്കിൽസ്, അതേപോലെ വിഷ്വൽ കോൺസെപ്റ്റ്,
ഇവരുടെ ഒരു കോഗ്നിറ്റീവ് കപ്പാസിറ്റി, കോഗ്നിറ്റീവ് ആയിട്ടുള്ള കഴിവ്, ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രായത്തിൽ ഇവർക്ക് എങ്ങനെ എത്രമാത്രം നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നു നോക്കാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ഉപയോഗിക്കുക. കൂടുതലായും ഇത് കുട്ടികളിൽ തന്നെ മെന്റൽ റിട്ടാർഡേഷൻ, കുട്ടിക്കാലത്ത് തന്നെ ഈ കുട്ടിക്ക് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് സെഗിന്റെ ഫോം ബോർഡ് ടെസ്റ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടെസ്റ്റുകളായിട്ട് പഠിക്കാനുള്ളത്. സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ് തൊട്ടിട്ട് സെഗിന്റെ ടെസ്റ്റുകളെ നമുക്ക് 6 ടെസ്റ്റുകളാണ് ഉണ്ടാകും. അപ്പോൾ ഇന്റലിജൻസിന്റെ അസസ്മെന്റുകൾ. ഇനി ഇന്റലിജൻസിന്റെ എക്സ്ട്രീംസ് നമുക്ക് നോക്കാം. എക്സ്ട്രീംസ് ഓഫ് ഇന്റലിജൻസ്. എക്സ്ട്രീംസ് ഓഫ് ഇന്റലിജൻസ് പറയുന്നത് ഇന്റലിജൻസ് എങ്ങനെയാണ് അളക്കാൻ പറ്റുക നമുക്ക് നോക്കാം. അപ്പോൾ IQ എഡ്യൂക്കേഷൻ ഉണ്ട്. മെന്റൽ ഏജ് ബൈ chronological age into 100. IQ പറഞ്ഞാൽ ഇന്റലിജൻസ് കോഷ്യന്റ്. ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആട്ടോ. ക്രോണോളജിക്കൽ ഏജ് എന്താ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മുടെ സാധാ ഏജ് എത്രയാണ്, നമ്മുടെ പ്രായം, നമ്മുടെ ജനിച്ചിട്ട് എത്ര വർഷമായി, എന്നാണ് നമ്മുടെ ക്രോണോളജിക്കൽ ഏജ്. മെന്റൽ ഏജ് എന്താ? ആൽഫ്രഡ് ബിനെറ്റ് ആണ് ആദ്യമായിട്ട് മെന്റൽ ഏജ് എന്ന് പറഞ്ഞ ടേം കോയിൻ ചെയ്തത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഏത് ഏജ് ഗ്രൂപ്പിന്റെ ആവറേജ് പെർഫോമൻസ് ആണ് ഒരു ഇന്റലിജൻസ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്, അതാണ് നമ്മുടെ മെന്റൽ ഏജ്. മനസ്സിലായില്ലെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്, അതിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 100 മാർക്കാണ് അത് വിചാരിക്കാം. അതിൽ 10 വയസ്സായ കുട്ടികൾക്ക് 20 മാർക്ക് കിട്ടും വിചാരിക്കും. 15 വയസ്സായ കുട്ടിക്ക് 50 മാർക്ക് കിട്ടും വിചാരിക്കും. അപ്പൊ ഞാൻ 10 വയസ്സായ കുട്ടിയാണ്. ഞാൻ 10 വയസ്സായ കുട്ടി ഈ ഒരു എക്സാം എഴുതി. പക്ഷെ എനിക്ക് എത്ര മാർക്ക് കിട്ടി? എനിക്ക് 50 മാർക്ക് കിട്ടിയത്. അപ്പോൾ അത് ആരുടെ മെന്റൽ ഏജാ? അത് ഏത് ഏജിലുള്ള കുട്ടികൾക്ക് സാധാരണ 50 കിട്ടാറ്? 15 ആണ്. അപ്പൊ എന്റെ ക്രോണോളജിക്കൽ ഏജ് 10 ആണെങ്കിലും എന്റെ മെന്റൽ ഏജ് എത്രയാണ്? 15 ആണ്. കാരണം സാധാരണ 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് കിട്ടേണ്ട മാർക്കാണ് എനിക്ക് അതിൽ കിട്ടിയിട്ടില്ല. അപ്പോ എനിക്ക് എത്ര IQ ഉണ്ടാവും? 10 വയസ്സുള്ള ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് എത്ര IQ ഉണ്ടാവും? 15/10 മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് ഇൻറ്റു 100 എത്രയാ? 150 IQ ഉണ്ടാവും. എന്റെ IQ എത്രയാ? 150 ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇന്റലിജൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇന്റലിജൻസിന്റെ കോഷ്യന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇന്റലിജൻസിന്റെ എക്സ്ട്രീംസിലേക്ക് ഞാൻ തിരിച്ചു വരാം. 2 എക്സ്ട്രീം ഉണ്ടായിരിക്കും. ആവറേജ് എന്ന് പറയുന്നത് എപ്പോഴും 100 ആയിരിക്കും. കാരണം മെന്റൽ ഏജും സെയിം ആണ്, ക്രോണോളജിക്കൽ ഏജും സെയിം ആണ്. ഒരു 10 വയസ്സുള്ള കുട്ടി എങ്ങനെയാണോ എത്രയാണോ സ്കോർ ചെയ്യേണ്ടത് അത്ര തന്നെ ഞാൻ സ്കോർ ചെയ്യുമ്പോൾ ഇതിന്റെ മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും സെയിം ആയിരിക്കും. അപ്പൊ IQ എത്ര ആയിരിക്കും? 100 ആണ് കിട്ടുക. 100 ആണ് ആവറേജ്. 70 താഴെയാണെങ്കിൽ നമ്മൾ അവരെ മെന്റലി ഡൾ അല്ലെങ്കിൽ റിട്ടാർഡഡ് അല്ലെങ്കിൽ അങ്ങനെ പറയും. 130 മേലെയാണെങ്കിൽ നമ്മൾ അവരെ ഗിഫ്റ്റഡ് എന്ന് വിളിക്കും. ഗിഫ്റ്റഡ് എന്ന് വിളിക്കും. കാരണം അവർ അത്രയും നന്നായി പെർഫോം ചെയ്യുന്ന ആളുകളെ നമ്മൾ ഗിഫ്റ്റഡ് എന്ന് പറയും. ഇനി 70 താഴെയുള്ള മെന്റലി റിട്ടാർഡ് ആയ ആളുകളെ തന്നെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. 70 താഴെയാണ് റിട്ടാർഡേഷൻ എന്ന് പറയും, മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയും. അപ്പോൾ 50 മുതൽ 70 വരെയാണെങ്കിൽ നമ്മൾ അവരെ പറയും മൈൽഡ് റിട്ടാർഡേഷൻ ആണ്. അത്ര പ്രശ്നമില്ല. അവർക്കൊരു 6th ഗ്രേഡറിന്റെ ലെവൽ ഓഫ് ഇന്റലക്ച്വൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് കപ്പാസിറ്റികളൊക്കെ ചെയ്യാൻ കഴിയും. അവർക്ക് നമുക്ക് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുത്തിട്ട് ജോലി ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മുടെ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റിലേക്കൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമില്ല. അവര് പണിയെടുത്ത് ജീവിക്കാനും അങ്ങനെ ഒക്കെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാം. നമ്മൾ 35 മുതൽ 49 ആണെങ്കിൽ നമ്മൾ അതിനെ മോഡറേറ്റ് റിട്ടാർഡേഷൻ എന്ന് പറയും. ഇവർക്കൊരു 2nd ഗ്രേഡറിന്റെ
കോഗ്നിറ്റീവ് അല്ലെങ്കിൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയെ പറ്റുള്ളൂ ഇവരെ കൊണ്ട്. ഇവർക്കും ഒരു പരിധി വരെ വൊക്കേഷണൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാം, പക്ഷെ നല്ല അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ ഒരു നമുക്ക് ശ്രദ്ധിക്കാതെ അങ്ങനെ വിടാൻ ഒരു സാധാരണ മനുഷ്യൻ പോലെ അങ്ങനെ നമുക്ക് അവരെ വിടാൻ കഴിയില്ല. അത്രയും കോഷ്യസ് ആയിട്ട് നോക്കണം. എന്നാലും അവർക്ക് കോഗ്നിറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ സെക്കൻഡ് ഗ്രേഡ് വരെ ചെയ്യാം. അതായത് വൊക്കേഷണൽ ട്രെയിനിങ് ഒന്നും കൊടുക്കുന്നതിൽ അത്ര തന്നെ പ്രശ്നമില്ല. പക്ഷെ ഇനി വരുന്ന സ്റ്റേജ്, അതായത് 20-ന്റെയും 34-ന്റെയും ഇടയിലാവുമ്പോൾ നമ്മൾ അതിനെ സിവിയർ മെന്റൽ റിട്ടാർഡേഷൻ എന്ന് പറയും. ഇവർക്ക് നമ്മൾ എന്താ പറയാ, കോഗ്നിറ്റീവ് ചില സിമ്പിൾ ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിക്കാനും അതൊക്കെ ചെയ്യാനും ഒന്നും പ്രശ്നം ഉണ്ടാവില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള. പക്ഷെ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോ 20-നും താഴെയാണെങ്കിലോ, 20-നും താഴെയാണെങ്കിൽ നമ്മള് പ്രൊഫൗണ്ട് റിട്ടാർഡേഷൻ എന്ന് പറയും. ഇവർക്ക് എല്ലാ ടൈമിലും എയ്ഡും അസിസ്റ്റൻസും വേണം, എല്ലാ ടൈമിലും. കാരണം അവർക്ക് അത്രയും ശ്രദ്ധയും കാര്യങ്ങളും ആവശ്യമുണ്ട്. അല്ലാതെ അവരെ ഒറ്റയ്ക്കൊരു നിലനിൽപ്പോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത നിൽക്കാനും ഒരു കഴിയില്ല എന്നുള്ളതാണ്. പിന്നെ IQ പൊതുവെ 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയാറില്ല. അതായത് അങ്ങനെ 0 IQ, ഒരു ബുദ്ധി ഇല്ലാത്ത ഒരാള് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറില്ല. അപ്പോൾ 20-ന് താഴെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് പറയാറ്. അതിന് ഒന്നുമില്ലാത്ത 0 എന്നൊരു സിറ്റുവേഷൻ IQ-ന് ഇല്ല.